ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഞങ്ങൾക്ക് 3 പേർക്കും ഈ വീക്കെൻഡ് ഹോളിഡേ ആയിരുന്നു. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു എവിടെയെങ്കിലും ഞങ്ങൾക്ക് സ്റ്റെക്കേഷന് പോകാമെന്ന്. കുറച്ച് നാളായി നമ്മൾ എവിടെയെങ്കിലും പോയിട്ട് സ്റ്റേ ചെയ്തിട്ടൊക്കെ എക്സ്പ്ലോർ ചെയ്തിട്ട്. അപ്പോൾ ഞങ്ങൾ ഇപ്രാവശ്യം വട്ടവട മൂന്നാർ ട്രിപ്പാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഞങ്ങളൊരു 1 വീക്ക് ബിഫോർ ദ ട്രിപ്പ് ഞങ്ങൾ വട്ടവടയിൽ റൂമൊക്കെ ബുക്ക് ചെയ്തു. അപ്പോൾ ഞങ്ങൾ രാവിലെ തന്നെ ഒരു 7:30 ഒക്കെ ആകുമ്പോഴത്തേക്കും പുറപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ നമ്മൾ മൂവാറ്റുപുഴയൊക്കെ എത്തിയപ്പോഴത്തേക്കും 4 പേർക്കും നല്ല വിശപ്പായി. അപ്പോൾ ഞങ്ങൾ അവിടെ ഒരു റെസ്റ്റോറൻറ്റിൽ കയറിയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് കയറിയിട്ടാണുള്ളത്. അപ്പോൾ ആ ഭാഗത്തുള്ള അത്യാവശ്യം നല്ല തിരക്കുള്ള ഒരു റെസ്റ്റോറൻ്റ് ആയിരുന്നു. എനിക്ക് തോന്നുന്നു നോർത്ത് ഇന്ത്യൻസ് എന്ന് നടത്തുന്നത് കൂടുതലും ഇതേപോലെ ട്രിപ്പിനൊക്കെ പോകുന്ന ആൾക്കാരായിരുന്നു കൂടുതലും ഇവിടെ ഉണ്ടായിരുന്നത്. കുറച്ച് ഡിലേ ആയിരുന്നു ഫുഡ് വരാനായിട്ട്. അപ്പോൾ ഞങ്ങൾ 3 പേരും ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ട് പിന്നെയും മൂന്നാർക്ക് ട്രാവൽ ചെയ്തു. അപ്പോൾ ബൈ ഒരു 11 ഒക്കെ ആയപ്പോഴത്തേക്കും 10:30 11 ഒക്കെ ആയപ്പോഴത്തേക്കും ഞങ്ങൾ മൂന്നാർ ജസ്റ്റ് അടിമാലി ടച്ച് ചെയ്തു. ഞങ്ങൾ ഫസ്റ്റ് ടൈം അല്ല മൂന്നാർക്ക് വരുന്നത്. ഒരു 2-3 പ്രാവശ്യം വന്നിട്ടുണ്ടെങ്കിലും എപ്പോഴും നമുക്ക് മൂന്നാർ വരെ ട്രിപ്പ് എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു 2 ഡേ ട്രിപ്പ് എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഓർമ്മ വരിക മൂന്നാറാണ്. മേ ബി ബിക്കോസ് ഓഫ് ദ ക്ലൈമറ്റ് അതൊക്കെ കൊണ്ടായിരിക്കാം. നമുക്ക് എപ്പോഴും ഒരു മൂന്നാർ പോകുമ്പോൾ നമുക്കൊരു ഭയങ്കര ഫ്രഷ്നെസ് ഫീൽ ചെയ്യും. ഞങ്ങൾ മൂന്നാർ എത്തിയപ്പോഴത്തേക്കും ഭയങ്കര മഴയായിരുന്നു. ഞങ്ങളുടെയൊക്കെ ഫോൺസിൽ അലേർട്ട് വന്നിട്ടുണ്ടായിരുന്നു. ആക്ച്വലി ഇടുക്കി, എറണാകുളം, കോട്ടയം ജില്ലകളിലൊക്കെ യെല്ലോ അലേർട്ടാണെന്ന് ആ ദിവസം. അപ്പോൾ ഞങ്ങൾ അവിടെ കയറിയത് നല്ല മഴയായി. ആദ്യം ഡ്രിസ്ലിംഗ് ആയിരുന്നു, പിന്നെ അത് മഴയ്ക്ക് കുറച്ച് ശക്തി കൂടിയായിരുന്നു. അപ്പോൾ സൈഡിലൊക്കെ നോക്കിയപ്പോഴത്തേക്കും ആ ടി എസ്റ്റേറ്റിൻ്റെ അവിടെയൊക്കെ ഭയങ്കര നല്ല കോടയൊക്കെ ഇറങ്ങി നല്ലൊരു വ്യൂ ആയിരുന്നു ആക്ച്വലി. പക്ഷെ ഞങ്ങൾക്ക് പുറത്തോട്ട് ഇറങ്ങാൻ പറ്റുന്നുണ്ടായിരുന്നില്ല, ബിക്കോസ് നല്ല മഴയായിരുന്നു. ഞങ്ങളുടെ കയ്യിൽ ആകെ ഒരു കുട ഉണ്ടായിരുന്നുള്ളൂ, ഭാഗ്യത്തിന് ഒരു കുട ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ ഡ്രൈവ് ചെയ്തു. ജസ്റ്റ് ഇടയ്ക്കൊക്കെ ഇങ്ങനെ സൈഡിലൊക്കെ നിർത്തിയിട്ട് മഴയൊക്കെ കണ്ട് ആ ഒരു സീനറിയൊക്കെ ഒന്ന് കണ്ടിട്ട് ഞങ്ങൾ വീണ്ടും ട്രാവൽ ചെയ്തു. അപ്പോൾ കുറച്ച് ദൂരം കഴിഞ്ഞപ്പോഴത്തേക്കും മഴയൊക്കെ ഒന്ന് കുറഞ്ഞു. ജസ്റ്റ് ഒരു ഡ്രിസ്ലിംഗ് ആ ഒരു മോഡായിരുന്നു. അപ്പോൾ കണ്ണൻ കുറച്ച് നേരം കിടന്ന് ഉറങ്ങി. അപ്പോൾ ഞങ്ങൾ 3 പേരും കൂടി ഇറങ്ങിയിട്ട് ബട്ടർകോൺ മേടിച്ചു. അപ്പോൾ ദിബോണാണെങ്കിൽ 3 പേർക്കും മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഒരെണ്ണം കണ്ണന് വേണ്ടി വെച്ചിട്ട് ഞങ്ങളിങ്ങനെ ഷെയർ ചെയ്തിട്ടും അവിടുത്തെ വ്യൂ ഒക്കെ നല്ല അടിപൊളി വ്യൂ ആയിരുന്നു. നല്ല മഴയൊക്കെ പെയ്ത് ഇറങ്ങിയതുകൊണ്ട് കുറച്ച് ക്ലിയറും പിന്നെ ദൂരത്തേക്കൊക്കെ നോക്കുമ്പോഴത്തേക്കും നല്ല കോടയൊക്കെ ഇറങ്ങിയിട്ട് നല്ല അടിപൊളി വ്യൂ ആയിരുന്നു. അതിൻ്റെ ഇടയിൽ കൂടിയിട്ട് ഇങ്ങനെ റോഡും ബസ്സൊക്കെ വരുമ്പോൾ നല്ല വ്യൂ ആയിരുന്നു ആക്ച്വലി. അപ്പോൾ ഞങ്ങൾ കോണൊക്കെ കഴിച്ചിട്ട് തിരിച്ച് വീണ്ടും ഞങ്ങൾക്ക് വട്ടവടയിലേക്ക് എത്തണമായിരുന്നു. ബൈ 2:30 ഒക്കെ ആകുമ്പോഴത്തേക്ക് അവിടെ ചെക്ക് ഇൻ ചെയ്യണമായിരുന്നു. ഞങ്ങൾ കൂടുതൽ സമയം കളഞ്ഞില്ല. അപ്പോൾ ഞങ്ങൾ ജസ്റ്റ് കാറിലേക്ക് കയറി വീണ്ടും ട്രാവൽ ചെയ്യാൻ തുടങ്ങി. കുറച്ച് ദൂരം യാത്ര ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് നമുക്ക് അടിപൊളി ഒരു പണി കിട്ടി. കാറിൻ്റെ ഫ്രണ്ട് ടയർ തന്നെ പഞ്ചറായി. അപ്പോൾ ഭാഗ്യത്തിന് ദിബോട്ടിന് ഈ സ്റ്റെപ്നിയൊക്കെ ടയർ മാറ്റി സ്റ്റെപ്നിയൊക്കെ ഇടാൻ അറിയുന്നതുകൊണ്ട് നമ്മൾ രക്ഷപ്പെട്ടു. ഒറ്റ വണ്ടി പോലും നിർത്തി ഹെൽപ്പ് ചെയ്യണമെന്ന് പോലും ചോദിച്ചില്ല. അപ്പോൾ ഞങ്ങൾ ഭാഗ്യത്തിന് കുറച്ച് ജസ്റ്റ് ഡ്രിസ്ലിംഗ് ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞങ്ങൾ വേഗം കണ്ണനും ദിബോട്ടിനും കൂടിയിട്ട് 2 പേരും കൂടി ടയറൊക്കെ മാറ്റി സ്റ്റെപ്നി ടയറൊക്കെ ഫിറ്റ് ചെയ്ത് വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പോൾ ഞങ്ങൾ ടയറൊക്കെ മാറ്റിയിട്ട് ഞങ്ങൾ വീണ്ടും ട്രാവൽ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തു. ഒരു 2:30 ഒക്കെ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ശരിക്കും ചെക്ക് ഇൻ ചെയ്യേണ്ട ടൈം ആയിരുന്നു. അപ്പോൾ ഞങ്ങൾ വേറെ എവിടെ നിർത്താണ്ട് ഞങ്ങൾ നേരെ ഹോട്ടലിലേക്ക് തന്നെ ചെക്ക് ഇൻ ചെയ്യാൻ പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ അപ്പോഴത്തേക്കും മഴയൊക്കെ ഫുൾ മാറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നല്ലൊരു ക്ലൈമറ്റ് ആയിരുന്നു, കൂൾ ക്ലൈമറ്റ് ആയിരുന്നു ആക്ച്വലി. കോടയുണ്ടോയെന്ന് ചോദിച്ചാൽ ഡിസ്റ്റൻറ്റ് ഇതായിട്ട് മലയിലൊക്കെ ഇങ്ങനെ കോട കാണാം, പക്ഷെ നമുക്ക് വ്യൂ ഒക്കെ നല്ല രീതിക്ക് കാണാൻ പറ്റുന്നുണ്ടായിരുന്നു.
അപ്പോൾ ഇപ്പോൾ ഞങ്ങൾ ട്രാവൽ ചെയ്യുന്നത് മാത്തുപ്പെട്ടി ഡാമിൻ്റെ മേലെ കൂടിയിട്ടാണ്. ഞങ്ങൾ 1-2 പ്രാവശ്യം ഇവിടെയും എക്കോ പോയിൻ്റൊക്കെ ഞങ്ങൾ വന്നിട്ടുള്ളത് കൊണ്ട് നമുക്ക് ടൈം ഇല്ലാത്തതുകൊണ്ടും നമ്മൾ മാത്തുപ്പെട്ടി ഡാമിൽ നിന്നിട്ട് നമ്മളങ്ങനെ ഫോട്ടോസൊന്നും എടുത്തില്ല. ഞങ്ങൾ ജസ്റ്റ് ഡ്രൈവ് ചെയ്യുമ്പോൾ ജസ്റ്റ് സ്ലോ ഡൗൺ ചെയ്തിട്ട് കണ്ടിട്ട് പോവുകയാണ് ചെയ്തത്. നിങ്ങൾ ഫസ്റ്റ് ടൈമാണ് മൂന്നാർ വട്ടവട റൂട്ട് ട്രാവൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ മാത്തുപ്പെട്ടി ഡാമും എക്കോ പോയിൻറ്റും നിങ്ങളുടെ ട്രാവൽ അതിൽ നിങ്ങളുടെ ടു വിസിറ്റ് ലിസ്റ്റിൽ ആഡ് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ ഞങ്ങൾ പോകുന്ന റൂട്ടിൽ അങ്ങനെ ഹോട്ടൽസ് ഒന്നും കണ്ടില്ല. കൂടുതലും ഇങ്ങനെ ഹോം മെയ്ഡ് ബിരിയാണീസൊക്കെ അവരൊരു ടെൻറ്റ് പോലെ ഇങ്ങനെ കെട്ടിയിട്ട് കുറേ ആൾക്കാരിങ്ങനെ വണ്ടിയിൽ ഇങ്ങനെ കൊടുക്കുന്നത് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് ഏകദേശം ഒരു 3 മണിയൊക്കെ ആയതുകൊണ്ട് പിന്നെ നമുക്ക് ലഞ്ചൊന്നും കിട്ടില്ല എന്ന് ഞങ്ങൾ വിചാരിച്ചു എന്നാൽ സൈഡിൽ അവിടെ നിന്ന് തന്നെ നമുക്ക് മേടിക്കാം എന്ന് വിചാരിച്ച് ഞങ്ങളിങ്ങനെ സ്ലോ ഡൗൺ ചെയ്തു. ഇവിടെ ഇവരിങ്ങനെ പ്ലേറ്റിൽ ഇങ്ങനെ ബിരിയാണി സെർവ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഹോം മെയ്ഡ് ബിരിയാണി എന്നാണ് എഴുതിയിട്ടുണ്ടായിരുന്നത്. ഇത് ആക്ച്വലി ചെന്നൈ സ്റ്റൈൽ. ഇവിടെ തമിഴ്നാട് ഇങ്ങോട്ട് എത്തിയപ്പോഴത്തേക്ക് അത്യാവശ്യം ആൾക്കാരൊക്കെ തമിഴിലൊക്കെ ബോർഡ് ഉണ്ട് കേരളത്തിലാണെങ്കിൽ തന്നെ. അപ്പോൾ ഫുള്ളൊരു ചെന്നൈ സ്റ്റൈൽ ബിരിയാണിയാണ് ഉണ്ടായിരുന്നത്. ഫ്രൈഡ് ആയിട്ടുള്ള പീസാണ് ബിരിയാണിയിലുണ്ടായിരുന്നത്. പറയത്തക്ക വണ്ണം ഭയങ്കര നല്ലതുമല്ല എന്നാൽ മോശമല്ല, ഒരു മീഡിയോക്കർ ടൈപ്പ് ബിരിയാണി ആയിരുന്നു. കുഴപ്പമുണ്ടായില്ല. ഞങ്ങൾ അവിടെ നിന്ന് ഫുഡൊക്കെ കഴിച്ച് വീണ്ടും നമ്മൾ ട്രാവൽ ചെയ്തു. അപ്പോൾ ഞങ്ങൾ വട്ടവട ഗ്രാമപഞ്ചായത്തിലേക്ക് കടക്കാൻ പോവുകയാണ്. അപ്പോൾ അതിന് മുമ്പ് തന്നെ ഒരു ചെക്ക് പോസ്റ്റ് പോലെയുണ്ട്. അവിടെ നമ്മൾ നമ്മുടെ വണ്ടി നമ്പറും പേരും കോൺടാക്ട് ഡീറ്റെയിൽസ് അവിടെ എഴുതി വെച്ചാൽ മാത്രമാണ് നമുക്ക് ഉള്ളിലേക്ക് പ്രവേശിക്കാൻ പറ്റുക. അപ്പോൾ നമ്മൾ വട്ടവട സ്റ്റേ ഇല്ലയെന്നുണ്ടെങ്കിൽ ബൈ 6 o'clock നമ്മൾ തിരിച്ചിറങ്ങേണ്ടി വരും. അതേപോലെ മോർണിംഗ് 8 o'clock നമുക്ക് ഇങ്ങോട്ട് വരാൻ പറ്റുക. ഇപ്പോൾ ഒരു ടൈം ലിമിറ്റ് ഉണ്ട് നമുക്ക് കയറാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞങ്ങൾ ദിബോട്ടം പോയിട്ട് പേരും വണ്ടി നമ്പറും കോൺടാക്ട് നമ്പറും ഒക്കെ അവിടെ എഴുതി കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ പറഞ്ഞു ഒരു 5 kilometers നിർത്താണ്ട് ഓടിക്കണം, ഇറങ്ങി എവിടെയും ഫോട്ടോ എടുക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബിക്കോസ് ഇത് ഫോറസ്റ്റ് ഏരിയ ആയതുകൊണ്ടും മൃഗങ്ങളൊക്കെ ക്രോസ് ചെയ്യുന്ന ഒരു ഏരിയ ആയതുകൊണ്ടും അവർ ഇറങ്ങിയിട്ട് ഫോട്ടോ എടുക്കുന്നത് സേഫ് അല്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ 1 kilometer കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങളൊരു കാട്ടുപോത്തിനെ കണ്ടു. ഈ ഒരു ആനിമലിനെ മാത്രമാണ് നമ്മുടെ ത്രൂ ഔട്ട് ആ ജേർണിയിൽ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത്. അത് കഴിഞ്ഞിട്ട് വീണ്ടും നമ്മൾ ഉള്ളിലോട്ട് വീണ്ടും ട്രാവൽ ചെയ്തു. ജസ്റ്റ് നമ്മൾ ഭയങ്കര സ്ലോ പേസിലാണ് പോയി, ഞങ്ങൾ നിർത്തിയില്ല. ബിക്കോസ് അവരങ്ങനെ പറഞ്ഞതുകൊണ്ട് ഞങ്ങൾ നിർത്തിയില്ലായിരുന്നു. അപ്പോൾ നല്ല അടിപൊളി വ്യൂവും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഞങ്ങൾ മറ്റേ മുകളിലത്തെ ആ റൂഫ് ടോപ്പ് തുറന്നിട്ടിട്ടാണ് ഞങ്ങൾ നിന്നത്. അപ്പോൾ നല്ല അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു ഈ ഒരു റോഡ് ട്രിപ്പ്. മീൻസ് വട്ടവട ടു ഞങ്ങളുടെ ആ ഒരു ഹോട്ടലെത്തുന്നവരെ നല്ല സൂപ്പർ വ്യൂ ആയിരുന്നു. ഒരിക്കലെങ്കിലും എല്ലാവരും ഇങ്ങോട്ട് വരണം. അപ്പോൾ കാണാൻ അങ്ങനെ ഭയങ്കര ഒരു എന്താ കണ്ട അങ്ങനെ നമുക്ക് ഇന്ന സ്ഥലം എന്നൊന്നും പറയാനില്ല. ബട്ട് ദെൻ ദാറ്റ് ആ എക്സ്പീരിയൻസ് ഭയങ്കര നല്ലതാണ്. സോ എല്ലാവരും വരിക.
അപ്പോൾ ഞങ്ങൾ അറ്റ് ലാസ്റ്റ് ഞങ്ങൾ കോട്ടേജിലെത്തി ഞങ്ങളുടെ. അപ്പോൾ ഇതാണ് അതിൻ്റെ വ്യൂ വരുന്നത്. ഫുൾ ഒരു മൗണ്ടൻ ചുറ്റിയിട്ട് ഫുൾ അതിൻ്റെ എന്താ പറയുക, ഫുൾ അറൗണ്ട് മൗണ്ടൻസ് ആണ്. താഴെ ഈ കാണുന്നതാണ് ഓരോ കോട്ടേജസും വരുന്നത്. അപ്പോൾ കോട്ടേജും ഞങ്ങൾ എവിടെയാണ് സ്റ്റേ ചെയ്തതെന്നൊക്കെ ഉള്ളത് ഞാൻ എൻ്റെ നെക്സ്റ്റ് വീഡിയോയിൽ പറയുന്നതായിരിക്കും, അല്ലെങ്കിൽ ഭയങ്കര ലെങ്ത് ആയി പോകും വീഡിയോ. സോ ഇവിടെ ഞങ്ങൾ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ നെക്സ്റ്റ് എപ്പിസോഡിൽ ഞങ്ങൾ എവിടെയാണ് സ്റ്റേ ചെയ്തതെന്നും നമ്മൾ ഏതൊക്കെ സ്ഥലം പോയി എക്സ്പ്ലോർ ചെയ്തു എന്നുള്ളത് ഞാൻ എൻ്റെ നെക്സ്റ്റ് വീഡിയോയിൽ ഇടുന്നതായിരിക്കും. അപ്പോൾ സ്റ്റേ ട്യൂൺഡ്. ബൈ ദെൻ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ്. സോ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ടേക്ക് കെയർ ആൻഡ് ബൈ.